Dear students, ഇന്നിവിടെ നമ്മൾ പഠിക്കുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ്. ഇലക്ട്രോലിസിസ് എന്താണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിച്ചതാണ്. എന്തായിരുന്നു ഇലക്ട്രോലിസിസ്? The decomposition of an electrolyte by the passage of current. കറന്റ് പാസ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് decomposition നടക്കുന്നതിനെയാണ് പറയുന്നത് ഇലക്ട്രോലിസിസ്. And the apparatus used for electrolysis is called electrolytic cell. അതും നമ്മൾ കണ്ടതാണ്. ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഇലക്ട്രോലൈറ്റിക് സെൽ. എന്തായിരുന്നു ഇലക്ട്രോലൈറ്റിക് സെൽ? ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് കെമിക്കൽ എനർജി ഫോം ചെയ്യുന്ന സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇനി ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ അതായത് ഇലക്ട്രോലിസിസ് നടക്കുന്ന അപ്പാരറ്റസിനെയാണ് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് സെൽ. And here it consists of two electrodes, and these electrodes are dipped in an electrolyte, and the positive electrode is anode and the negative electrode is cathode. അതാണ് ഇലക്ട്രോകെമിക്കൽ സെല്ലുമായിട്ടുള്ള വ്യത്യാസം. ഇത് രണ്ടും ഒരേ വെസലിലാണ്, ഒരേ ഇലക്ട്രോലൈറ്റിലാണ് ഈ രണ്ട് ഇലക്ട്രോഡും ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡാണ് ആനോഡ്, കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഡികമ്പോസിഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് വിഘടിക്കുന്നു. അതിലെ ആനയോൺസ് ആനോഡിനടുത്തേക്കും കാറ്റയോൺസ് കാഥോഡിനടുത്തേക്കും മൂവ് ചെയ്യുന്നു. അതായത് ഓപ്പോസിറ്റ് ചാർജിനടുത്തേക്കാണ് അയോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, ആനോഡിനടുത്തേക്ക് മൂവ് ചെയ്യുന്നത് ആനയോൺ. ഓർക്കാൻ എളുപ്പമാണ്. ആനയോൺസ് ആനോഡിനടുത്തേക്കും കാറ്റയോൺസ് കാഥോഡിനടുത്തേക്കുമാണ് മൂവ് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ്. Faraday's laws of electrolysis. That is the quantitative aspect of electrolysis. Scientist Michael Faraday discovered the quantitative relationship between the extent of electrolysis and the quantity of electricity passed. Faraday's laws, it can be of two types. The first law, that is the amount of any substance deposited or liberated is directly proportional to the quantity of electricity passed through the electrolyte. അതായത് ഇലക്ട്രിസിറ്റി ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി പാസ് ചെയ്താൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. അതായത് എത്രമാത്രം ഇലക്ട്രിസിറ്റി ആണോ പാസ് ചെയ്യുന്നത് അതിന് അനുസരിച്ചായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇവിടെ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. Faraday's first law, W is proportional to Q. നമ്മൾ കണ്ടു. And here W is the weight of the substance deposited and Q is the quantity of electricity passed. So we can write W is equal to a constant into, here the constant that is Z into Q, and Q is equal to I into T. That is the quantity of electricity. Q is equal to I into T, and I is the current in ampere and T is the time. I is the current and T is the time. So we can write W is equal to Z into Q ന് പകരം നമുക്ക് എഴുതാം I into T. That is W is equal to Z into I into T. Equation ഓർത്ത് വെക്കണം. Then Z, that is the electrochemical equivalent, the constant, that is electrochemical equivalent. Then when I is equal to 1 ampere and the current, and the time T is equal to 1 second, so we can write W is equal to Z. There is the electrochemical equivalent of a substance is the weight of the substance deposited or liberated by passing 1 ampere current for 1 second. 1 ampere's current
ഒരു സെക്കൻഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. The amount of electricity required for oxidation or reduction of an electrode depends upon the stoichiometry of the electrode reaction. ഇനി അതെങ്ങനെ നോക്കാം. അതായത് consider the reaction Ag plus electrons give Ag. One electron is required for the reduction of one silver ion to one silver atom. അങ്ങനെയെങ്കിൽ 1 mole of electron is required for the reduction of 1 mole of silver ion. അതായത് ഒരു സിൽവർ അയോണിനെ സിൽവർ ആറ്റം ആക്കി മാറ്റാൻ ഒരു ഇലക്ട്രോൺ വേണം. അങ്ങനെയെങ്കിൽ 1 mole of electron is required for the reduction of 1 mole of silver ion. ഒരു മോൾ സിൽവർ അയോണിനെ 1 മോൾ സിൽവർ ആറ്റം ആക്കി മാറ്റാൻ 1 മോൾ ഇലക്ട്രോൺ ആണ് വേണ്ടത്. ഇനി ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? നമ്മൾ പഠിച്ചതാണ് 1.602 into 10⁻⁻⁹ കൂളോംസ്. ഇനി 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എങ്ങനെ വരും? The charge of 1 mole of electron is equal to എങ്ങനെയാണ് വരിക? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് into 1 mole എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. That is 1.602 into 10⁻⁻⁹ coulomb into Avogadro number, that is 6.022 into 10 to the power of 23 mole raised to -1. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും that is equal to 96,487 coulombs per mole, or that is equal to അല്ലേ നമ്മള് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് എങ്ങനെയാണ് 96,500 കൂളോം അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഇവിടെ charge of 1 mole of electron, that is 96,487. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ, that is 6.022 into 10⁻23 into ഒരു ഇലക്ട്രോണിന്റെ ചാർജ്, that is 1.602 into 10⁻⁻⁹. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 96,487. And here this quantity is called Weiss constant. അപ്പോൾ 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 96,487 കൂളോം, that is Faraday's constant. ഇനി നമ്മളിവിടെ കണ്ടു ഒരു സിൽവർ അയോണിനെ സിൽവർ ആറ്റം ആക്കി മാറ്റാൻ ഇവിടെ എത്രയാണ്? 96,487 കൂളോം, അതായത് 1 ഫാരഡേ ആണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിക്കേ, there is if it is Mg2 plus plus 2 electrons gave Mg. ഇവിടെ ഒരു മഗ്നീഷ്യം അയോണിനെ മഗ്നീഷ്യം ആറ്റം ആക്കി മാറ്റാൻ 2 ഇലക്ട്രോൺ വേണം. It requires 2 moles of electrons for the reduction of Mg2 plus to Mg, or 2 Faradays എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into 96,500 അല്ലെങ്കിൽ 487 coulombs. Then if it is aluminium, another case, there is Al3 plus 3 electrons gave Al. ഇനി ഇവിടെ നോക്കിയേ, ഒരു അലുമിനിയം അയോണിനെ കൺവേർട്ട് ചെയ്യാൻ 3 ഇലക്ട്രോൺ വേണം. അപ്പോൾ 1 മോൾ അലുമിനിയം അയോണിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര ഫാരഡേ വേണം? ഇത് എത്രയാണോ ഇലക്ട്രോണിന്റെ എണ്ണം അത്രയും ഫാരഡേ, അങ്ങനെയാണ് വരിക. അപ്പോൾ 3 ഫാരഡേസ്, it requires 3 ഫാരഡേസ്. That means എത്ര വരും? There is 3 into 96,487 coulombs. മനസ്സിലായല്ലോ? ഈ ഒരു ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. ഈ ഇക്വേഷൻ കണ്ടാൽ
അയോണിനെ ആറ്റമാക്കി മാറ്റാൻ, അതായത് റെഡ്യൂസ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺ ആണ് വേണ്ടത്? അത്രയും ഫാരഡേ. മനസ്സിലായല്ലോ? കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് കൂളോംസ് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 5.4 gram of aluminium when the electron reaction is Al3 plus 3 electrons give Al. Then the atomic mass of aluminium, that is 27 gram. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് കൂളോംസ് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ്. എത്ര കൂളോം ഇലക്ട്രിസിറ്റി വേണം 5.4 gram അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ? എത്ര കൂളോം ഇലക്ട്രിസിറ്റി ആണ് വേണ്ടത്? ഇനി നമുക്കിവിടെ സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട് Al3 പ്ലസ്, അതായത് നമുക്കിവിടെ ഇലക്ട്രോൺ റിയാക്ഷൻ തന്നിട്ടുണ്ട് Al3 പ്ലസ് 3 ഇലക്ട്രോൺസ് ഗീവ് Al. ഇവിടെ നമുക്ക് മനസ്സിലാവും ഒരു അലുമിനിയം അയോണിനെ അലുമിനിയം ആറ്റം ആക്കി മാറ്റാൻ 3 ഇലക്ട്രോൺ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? Here 3 moles of electron or 3 faradays or 3 into 96,500 coulombs are required to deposit 1 mole of aluminium. So 1 mole aluminium deposit ചെയ്യണമെങ്കിൽ ഇവിടെ 3 faradays or 3 into 96,487 അല്ലെങ്കിൽ 500 എടുത്താലും മതി. അത്രയും കൂളോം ഇലക്ട്രിസിറ്റി ആണ് വേണ്ടത്. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് അലുമിനിയത്തിന്റെ ആറ്റോമിക് മാസ് 27. അപ്പോൾ 27 ആറ്റോമിക് മാസ് എത്രയാണോ, അതായത് ഇവിടെ 27 ഗ്രാം അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യും 3 ഫാരഡേ അല്ലെങ്കിൽ 3 into 96,500 കൂളോം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ 27 ഗ്രാം ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നമുക്ക് കാണേണ്ടത് 5.4 ഗ്രാം അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര കൂളോം ഇലക്ട്രിസിറ്റി ആണ് വേണ്ടത്. ഇനി 27 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇത്രയും ഇലക്ട്രിസിറ്റി വേണം. അങ്ങനെയെങ്കിൽ 1 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര കൂളോം ഇലക്ട്രിസിറ്റി ആണ് വേണ്ടത്? 3 into 96,500 divided by 27. മനസ്സിലായല്ലോ? 27 ഗ്രാമിന് ഇത്രേ. അങ്ങനെയെങ്കിൽ 1 ഗ്രാമിന് എത്ര വേണം? That divided by 27. Then എത്രയാണ് നീ കാണേണ്ടത്? 5.4 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര കൂളോം ഇലക്ട്രിസിറ്റി ആണ് വേണ്ടത്? എങ്ങനെ വരും? 3 into 96,500 divided by 27 into 5.4. ഇനി ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഏത് ആണ് തരുന്നതെങ്കിലും എത്ര ക്വാണ്ടിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലും ഇതേ മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് നോക്കാം. A solution of copper sulfate is electrolyzed for 10 minutes with a current of 1.5 ampere. What is the mass of copper deposited at the cathode? അതായത് 1.5 ആംപിയർ 10 മിനിറ്റ് പാസ് ചെയ്യുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ എത്ര ഗ്രാം കോപ്പർ ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കറന്റ് തന്നിട്ടുണ്ട് 1.5 ആംപിയർ. then 10 മിനിറ്റ്സ് ടൈം ടി 10 മിനിറ്റ്സ് എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ 1 സെക്കൻഡിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം into 60. അല്ല അവരിലാണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഒരു 60 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമുക്ക് മിനിറ്റിലാണ്, അതുകൊണ്ട് 10 into 60 that is equal to 600 second. ഇനി the quantity of electricity passed Q is equal to, നമ്മൾ കണ്ടതാണ്, Q is equal to I into T. That is I is equal to 1.5, T is equal to 10 into അതായത് 600. That is equal to 900 coulomb. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? നമ്മുടെ റിയാക്ഷൻ ഏതാണ്? Cu2 plus 2 electrons give Cu. അതായത് സൊല്യൂഷൻ ആണ് Cu2 plus SO2 minus. അങ്ങനെയാണ് അത് ഡീകമ്പോസിഷൻ നടക്കുക. അപ്പോൾ ഒരു Cu2 plus അയോണിനെ Cu ആറ്റം ആക്കി മാറ്റാൻ 2 ഇലക്ട്രോൺ വേണം. അതായത് 2 ഫാരഡേസ് or 2 into 96,500 coulombs are required to deposit
63.5 gram of copper. അതായത് കോപ്പറിന്റെ അറ്റോമിക് മാസ് ആണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ അറിയണം. അപ്പോൾ ഇവിടെ 2 Faradays or 2 into 96,500 coulombs are required to deposit എത്രയാണോ കോപ്പറിന്റെ ആറ്റോമിക് മാസ് അത്രയും ഗ്രാം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 63.5 gram. അതാണ് അതിന്റെ ആറ്റോമിക് മാസ്. അങ്ങനെയെങ്കിൽ 1 coulomb ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആണെങ്കിൽ എങ്ങനെ വരും? 63.5 ഡിവൈഡഡ് ബൈ 2 into 96,500. Then ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത് 900 കൂളോം. അപ്പോൾ 900 കൂളോം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എത്ര ഗ്രാം കോപ്പർ ആണ് ഡെപ്പോസിറ്റ് ചെയ്യാം? 63.5 ഡിവൈഡഡ് ബൈ 2 into 96,500 into 900. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഓർക്കുക, ആദ്യം ചെയ്ത പ്രോബ്ലം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തി ക്വസ്റ്റ്യൻ വായിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിലെ വാല്യൂസ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം പഠിച്ചു വെക്കാം. 1-2 പ്രോബ്ലംസ് ഈ പ്രോബ്ലം ചെയ്തു നോക്കുക. അതേപോലെ ടെക്സ്റ്റിലുള്ള 1-2 പ്രോബ്ലം കൂടി ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. The Faraday's second law. The amount of different substances liberated by the same quantity of electricity passed through the electrolyte are proportional to their chemical equivalents. അതായത് ഡിഫറെന്റ് സബ്സ്റ്റൻസിൽ കൂടി സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇക്വലന്റ് മാസിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അവിടെ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ലോ ഇക്വേഷൻ ഈ തരത്തിൽ എഴുതാം. Mass of A deposited divided by mass of B deposited is equal to equivalent mass of A divided by equivalent mass of B. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കിയേ, എന്താണ് ഇക്വലന്റ് മാസ്? മെറ്റലിന്റെ കേസിലാണെങ്കിൽ ഇക്വലന്റ് മാസ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് of the metal divided by the number of electrons required to reduce cation. അതായത് its valency. ഇനി there is a quantity of electricity required to deposit 108 gram of silver. അതാണ് ഇതിന്റെ equivalent mass. gram equivalent അതാണ് 108 gram in the case of silver. അപ്പോൾ 1 gram equivalent സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് സിൽവറിന്റെ കേസിൽ 108 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഇലക്ട്രിസിറ്റിയെ, ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റന്റ്. അതായത് എങ്ങനെ പറയാം? 1 gram equivalent of the quantity of electricity required to deposit 1 gram equivalent of any substance, that is 96,500 coulomb. There is 1 Faraday or Faraday's constant. അപ്പൊ നമ്മൾ ഓർക്കുക, ഇപ്പൊ സിൽവറിന്റെ കേസിലാണെങ്കിൽ Ag പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് Ag. അപ്പൊ സിൽവറിന്റെ ആറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 തന്നെയാണ്. എന്നാൽ ഇപ്പൊ ഈക്വലന്റ് മാസ് ഇവിടെ ആറ്റോമിക് മാസും സെയിം ആണ്. എന്നാൽ if it is copper ആണെങ്കിലോ Cu2 plus 2 electrons give Cu. നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലം 63.5 ആയിരുന്നു. അപ്പോൾ 2 Faradays, അതായത് 2 into 96,500 കൂളോം അല്ലെങ്കിൽ 2 Faradays 63.5 gram ആണ് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ 1 Faraday ആകുമ്പോൾ എത്രയാണ്? 63.5 ഡിവൈഡഡ് ബൈ 2. ഈ ക്വാണ്ടിറ്റി ആണ് കോപ്പറിന്റെ ഇക്വലന്റ് മാസ്. അതേപോലെ അലുമിനിയത്തിന്റെ കേസിലും, അതായത് Al3 plus 3 electrons give അലുമിനിയം. കണ്ടതാണല്ലോ. അപ്പോൾ ഇവിടെ എത്രയാണ്? 3 Faraday. 3 Faraday എന്ന് പറയുമ്പോൾ അലുമിനിയത്തിന്റെ ആറ്റോമിക് മാസ് 27 gram. അപ്പൊ 1 Faraday എത്രയാണ്? 27 ഡിവൈഡഡ് ബൈ 3. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക, ഇക്വലന്റ് മാസ് ആണോ അറ്റോമിക് മാസ് ആണോ. ഇത് ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ലോന്റെ പ്രോബ്ലം നോക്കാം.
when same quantity of electric current was passed through two electrolytes containing lead nitrate solution and zinc sulfate solution. The weight of lead and zinc deposited were 7.593 gram and 2.4 gram respectively. If the equivalent mass of zinc will be 32.7, calculate the equivalent mass of lead. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? weight of lead divided by weight of zinc, that is equal to equivalent mass of lead divided by equivalent mass of zinc. രണ്ടിന്റെയും വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈക്വലന്റ് മാസ് സിങ്കിന്റെ തന്നിട്ടുണ്ട്, ലെഡിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. Then equivalent mass of lead is equal to 7.593 into 32.7 divided by 2.4, that is equal to 103.54. Electrolysis of molten sodium chloride. Molten sodium chloride Na plus അയോണും Cl minus അയോണും മാത്രമാണുള്ളത്, ഉരുകിയ സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ sodium is deposited at the cathode and chlorine is evolved at the anode. അതായത് കാഥോഡിൽ സോഡിയം അയോൺ റെഡ്യൂസ് ചെയ്ത് സോഡിയം ആറ്റമായി റിഡക്ഷൻ നടക്കും. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ്, അതായത് ക്ലോറൈഡ് അയോൺ ഓക്സിഡേഷൻ നടക്കുന്നു, ക്ലോറിൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. When electricity is passed through molten sodium chloride, sodium is deposited at the cathode and chlorine is evolved at the anode. നമ്മൾ കണ്ടതാണ്, ഡയഗ്രം കണ്ടതാണ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, ഉരുകിയ സോഡിയം ക്ലോറൈഡിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ഫോം ചെയ്യുന്നു. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും, കാഥോഡിൽ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യും. ദി റിയാക്ഷൻ അറ്റ് കാഥോഡ്, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ദറ്റ് ഈസ് റിഡക്ഷൻ. സോഡിയം Na+ പ്ലസ് ഇലക്ട്രോൺസ് ഗീവ് Na. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ മൈനസ് ഗീവ്സ് half Cl2 plus electron. The next one, the electrolysis of concentrated aqueous solution of sodium chloride. നമ്മൾ ആദ്യം കണ്ടു മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അതിൽ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും മാത്രമാണ്. സോഡിയം ക്ലോറൈഡ് ഉരുകിയ അവസ്ഥയിലാണ്. എന്നാൽ അക്വസ് സൊല്യൂഷനിലോ ഉപ്പുവെള്ളമാണത്, അതിൽ ഏതൊക്കെ അയോൺസ് ഉണ്ടാവും? Na+ അയോൺ, Cl- അയോൺ, കൂടാതെ വാട്ടർ ഡിസോസിയേറ്റ് ചെയ്ത് അതിലെ H+ അയോണും OH- അയോണും കൂടി ഉണ്ടാകും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ദി പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്, ദാറ്റ് ഈസ് when the aqueous sodium chloride is electrolyzed, the chlorine is produced at the anode, but at the cathode hydrogen is obtained, not sodium. That is Na+ ഉം H+ അയോൺസും, അതായത് കാഥോഡിലേക്ക് കാറ്റയോൺ ആണ് മൂവ് ചെയ്യുക. Na+ H+ അയോൺസും ആണ്. അതിൽ അവര് കോമ്പറ്റീഷൻ നടക്കുന്നു. അതിൽ ജയിക്കുന്ന ആള് ഹൈഡ്രജൻ ആണ്, സോഡിയം അല്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി അതേപോലെ ആനോഡിൽ ഏതൊക്കെയാണ്? ആനയോൺസ് ആണ്. Cl- ഉം OH- അയോൺസും ആണ് ആനോഡിനടുത്തേക്ക് മൂവ് ചെയ്യുക. അതിൽ ജയിക്കുന്ന ആളാരാണ്? ഇവിടെ OH- അല്ല, ക്ലോറിൻ ആണ്. അതെന്താണെന്ന്, എങ്ങനെയാണെന്ന് നമുക്ക് റിയാക്ഷൻ നോക്കാം. നമ്മൾ കണ്ടതാണ് കാറ്റയോൺസ് കാഥോഡിനടുത്തേക്ക് മൂവ് ചെയ്യുന്നു. And here the cations are Na+ and H+ ion. At cathode, a competition for reduction. ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പൊട്ടൻഷ്യൽ ഓഫ് സോഡിയം, that is -2.71 and hydrogen, that is 0. At cathode, the reaction with higher reduction potential is preferred and hence the reaction 2 occurs. Second reaction ആണ് ഇവിടെ നടക്കുന്നത്. കാഥോഡിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള റിയാക്ഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് റിയാക്ഷൻ ആണ്, അതായത് സോഡിയത്തിന് പകരം ഹൈഡ്രജൻ ആണ് ഇവോൾവ് ചെയ്യുന്നത്. അറ്റ് ആനോഡ്, ദി റിയാക്ഷൻ വിത്ത് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് പ്രിഫർഡ്. ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളതാണ് ആനോഡിൽ
പ്രിഫർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വന്നിരിക്കുന്നത് ഓക്സിജൻ ആണ്. പക്ഷേ ഡ്യൂ ടു ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ, അതായത് ഓക്സിജൻ റിലീസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പൊട്ടൻഷ്യൽ വേണം. അതിനെയാണ് പറയുന്നത് ഓവർ പൊട്ടൻഷ്യൽ. ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ ക്ലോറിൻ ആണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. Then the reaction is summarized as NaCl gives Na plus Cl minus. Then cathode H2O plus electron gives half H2 plus OH minus. Anode Cl minus gives Cl2 plus electron. Then the overall cell reaction, that is NaCl plus H2O gives Na plus OH minus plus half Cl2 plus half H2. അതായത് ഓവറോൾ സെൽ റിയാക്ഷൻ ആണ് സാധാരണ ചോദിക്കാറ്. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസിൽ ആനോഡിൽ ഏത് ഫോം ചെയ്യുന്നു, കാഥോഡിൽ ഏത് ഫോം ചെയ്യുന്നു, അതേപോലെ സെൽ റിയാക്ഷൻ. ഇവിടെ ഓവറോൾ സെൽ റിയാക്ഷൻ ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. That is NaCl plus H2O gives Na plus OH minus plus half Cl2 plus half hydrogen, half H2. മനസ്സിലായല്ലോ? ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് രണ്ട് പോസിബിലിറ്റീസ് ആണ് ആനോഡിലുള്ളത്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ റിയാക്ഷൻ 1 ആണ് പ്രിഫർ ചെയ്യുക. എന്നാൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ റിയാക്ഷൻ 2 ആണ് പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നെടുത്ത ടോപ്പിക്സ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. മനസ്സിലായല്ലോ അല്ലെ? അതിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.